അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഹ്ദീഹി വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി തആല മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലൻ തജിദ ലഹു വലിയ്യൻ മുർശിദാ വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن أصدق الحديث كلام الله وأصدق الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار عباد الله وإماء الله أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم قال له موسى هل أتبعك على أن تعلمني مما علمت رشدا قال إنك لن تستطيع معي صبرا وكيف تصبر على ما لم تحط به خبرا صدق الله സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, രഹസ്യവും പരസ്യവുമായ നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ ഇരുവശങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പടച്ചതമ്പുരാനവൻ്റെ പ്രീതി കരസ്ഥമാക്കി ജീവിച്ച് സ്വർഗം നേടിയെടുക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. വിശ്വാസി സമൂഹം എങ്ങനെയാണ് സ്വബറിനെയും സ്വലാത്തിനെയും കൂട്ടുപിടിച്ച് പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹുവിനോട് സഹായമർത്ഥിക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ സംസാരിച്ചത്. അതിൻ്റെ തന്നെ തുടർച്ചയിൽ സബർ എങ്ങനെയാണ് ഒരാൾ നേടിയെടുക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ആലോചനയാണ്. സബർ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് വിശ്വാസിക്ക് സമ്മാനമായി കിട്ടുന്ന ഒരു ഗുണം കൂടിയാണ്. അതല്ലാത്ത പക്ഷം ജീവിതത്തെ നോക്കിക്കാണുന്ന അയാളുടെ കാഴ്ചപ്പാടിൽ ചെറുതല്ലാത്ത ഇടിവ് സംഭവിക്കാനും അള്ളാഹുവിനെ സംബന്ധിച്ച് വരെ അബദ്ധമായ ധാരണകളിൽ അയാൾ പെട്ടുപോകാനുമൊക്കെ സാധ്യതയുണ്ട് എന്ന് വിശുദ്ധ ദീനുൽ ഇസ്ലാം മൊത്തത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, സഅല റജുലുൻ അശ്ശാഫിയ്യ ഫഖാൽ, ഇതായിരുന്നു ചോദ്യം, യാ അബാ അബ്ദുല്ലാഹ്, അല്ലയോ അബു അബ്ദുല്ല. ഇമാം ഷാഫിയുടെ വിളിപ്പേരാണ് അബു അബ്ദുല്ല. അയ്യുഹുമ അഫ്ളൽ, ജീവിതത്തിൽ ഏറ്റവും നല്ലത് ഏതാണ്? അയ്യുമക്കൻ ഔ യുബ്തല,
എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ഭൂമിയിൽ ജീവിച്ച് പോകാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാവുന്നതാണോ? ഔ യുബ്തല, അതല്ലെങ്കിൽ പരീക്ഷിക്കപ്പെടുന്നതാണോ നല്ലത്? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മറുപടി എങ്ങനെയായിരുന്നു? ലാ യുമക്കനു ഹത്താ യുബ്തല. അല്ലാഹു സുബ്ഹാനഹു വ തആല തംകീൻ, വിശുദ്ധ ഖുർആനിലെ വലിയൊരു പ്രയോഗമാണ് തംകീൻ. അള്ളാഹു ഈ ലോകത്ത് വിശ്വാസികൾക്ക് പൂർണ്ണമായ എല്ലാവിധ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ഒരുക്കി ഒരുവിധ പ്രശ്നവുമില്ലാത്ത ഒരു കാലം വരുത്തുക എന്നുള്ളത് സംഭവിക്കുകയില്ല. ഹത്താ യുബ്തല, പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ടല്ലാതെ ഒരാൾക്ക് അങ്ങനെ ഒരു ഘട്ടത്തിൽ എത്തുക സാധ്യമല്ല. കാരണം ഫഇന്നല്ലാഹ ഇബ്തല നൂഹൻ വ ഇബ്രാഹീമ വ മൂസ വ ഈസ വ മുഹമ്മദൻ സ്വലവാത്തുല്ലാഹി അലൈഹിം. ഉലുൽ അസ്മുകളിൽപ്പെട്ട 5 പ്രവാചകന്മാരായി വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന നൂഹ് അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ ഈസ അലൈഹിമസ്സലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവരൊക്കെ അള്ളാഹു പരീക്ഷിച്ചിട്ടുണ്ട്. ഫലമ്മ സ്വബറു മക്കനഹും, അവർക്ക് സ്വബർ കൈക്കൊള്ളാൻ സാധിച്ചപ്പോൾ മാത്രമാണ് അള്ളാഹു അവർക്ക് തംകീൻ നൽകിയത്. തംകീൻ എന്നുള്ളത് മക്കാൻ എന്നുള്ള വാക്ക് നമുക്ക് മനസ്സിലാകും. മക്കാൻ എന്ന് പറഞ്ഞ സ്ഥലം എന്നാണ് അർത്ഥം. പക്ഷെ ഭൂമിയുമായി ചേർത്ത് പറയുമ്പോൾ ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ അധിവസിപ്പിക്കുന്നത്, ഭരണം കൊടുക്കുന്നത് എന്നൊക്കെയുള്ള അർത്ഥം അതിനുണ്ട്. അതുകൊണ്ട് ഫലാ യളുന്നു അഹദുൻ അന്നഹു യതഖല്ലസു മിനൽ അലമിൽ ബത്ത, ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും പ്രയാസവുമില്ലാതെ കഴിഞ്ഞു പോകാമെന്ന് ഒരാൾ പോലും കരുതുക വേണ്ടതില്ല എന്നാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അതിനെക്കുറിച്ച് പറയുന്നത്. ഖുതുബയുടെ ആമുഖത്തിൽ നമ്മൾ ഓതി വെച്ചത് സൂറത്തുൽ കഹ്ഫിലെ ഒരു ഭാഗമാണ്. വെള്ളിയാഴ്ച ദിവസം നമ്മൾ സമൃദ്ധമായി ഓതുന്ന ഒരു സൂറത്താണ്. ഈ സൂറത്തിൽ ഒരുപാട് പരാമർശങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഒന്ന് മൂസയും ഖളറുമായി ബന്ധപ്പെട്ട സംഭവമാണ്. മൂസ അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് പ്രത്യേകമായി ദിവ്യജ്ഞാനം ലഭിച്ച് അയക്കപ്പെട്ട ഒരാളാൽ പരീക്ഷിക്കപ്പെടുന്ന ഒരു സന്ദർഭമാണ്. അപ്പം മൂസ അലൈഹിസ്സലാമക്ക് ഇദ്ദേഹത്തോടൊപ്പമുള്ള യാത്രയിൽ ഒരു കൗതുകം തോന്നുകയാണ്. കൗതുകം തോന്നുന്നു എന്ന് മാത്രമല്ല, ഇദ്ദേഹത്തെ തൻ്റെ ഗുരുനാഥനായി സ്വീകരിച്ചാലോ എന്ന ഒരാഗ്രഹം തോന്നുകയാണ്. മൂസ അലൈഹിസ്സലാം അദ്ദേഹത്തോട് ചോദിക്കുന്നു അത്രേ, ഖാല ലഹു മൂസ ഹൽ അത്തബിഉക അലാ അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുഷ്ദ. താങ്കൾക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള എന്തൊക്കെ റുഷ്ദിൻ്റെ പാഠങ്ങൾ, റുഷ്ദ് എന്ന് പറഞ്ഞാൽ വിവേകമാണ്, അതല്ലെങ്കിൽ ബോധോദയമാണ്, എന്തൊക്കെ ദിവ്യജ്ഞാനങ്ങൾ താങ്കൾക്കുണ്ടോ ആ അറിവ് താങ്കൾ എന്നെ പഠിപ്പിച്ചു തരുമോ? അങ്ങനെയെങ്കിൽ ഞാൻ താങ്കളുടെ കൂടെ നിന്ന് അത് പഠിക്കുന്നതിൽ താങ്കൾക്ക് തടസ്സമുണ്ടോ? ഞാൻ അങ്ങനെ താങ്കളുടെ കൂടെ ചേരട്ടെ. മൂസ അലൈഹിസ്സലാമയോട് അദ്ദേഹത്തിൻ്റെ മറുപടി, ഖാല ഇന്നക ലൻ തസ്തതിഅ മഇയ സ്വബ്റ. താങ്കൾക്ക് ഒരിക്കലും എൻ്റെ കൂടെ സ്വബ്റോടുകൂടി നിൽക്കാൻ സാധിക്കില്ല. താങ്കൾ എൻ്റെ ചെയ്തികളിൽ, എൻ്റെ കൂടെയുള്ള യാത്രയിൽ കാണുന്ന കാഴ്ചകളിൽ മനുഷ്യൻ ചോദിക്കുന്ന പ്രത്യക്ഷത്തിലെ ചോദ്യങ്ങളാണ് ചോദിക്കുക. അതുകൊണ്ട് ഖാല ഇന്നക ലൻ തസ്തതിഅ മഇയ സ്വബ്റ, നിനക്കൊരിക്കലും എൻ്റെ കൂടെ സ്വബ്റോടുകൂടി നിൽക്കാൻ സാധിക്കില്ല. വകൈഫ തസ്ബിറു അലാ മാ ലം തുഹിത് ബിഹി ഖുബ്റ. എന്തുകൊണ്ടാണ് സ്വബ്റോടുകൂടി മനുഷ്യനായ നിനക്ക് എൻ്റെ കൂടെ നിൽക്കാൻ സാധിക്കാത്തത്? വകൈഫ തസ്ബിറു, നിനക്ക് എങ്ങനെ ക്ഷമിക്കാൻ സാധിക്കും? അലാ മാ ലം തുഹിത് ബിഹി ഖുബ്റ, നിനക്ക് വിവരമില്ലാത്തൊരു കാര്യത്തിൽ നീ എങ്ങനെ ക്ഷമിക്കും? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇത് വിശദമായി ഈ വിഷയം തന്നെ പറഞ്ഞു പോയാൽ ഒരു ഖുത്ബയിലേക്കാൾ അധികം പറയാൻ തന്നെ ഈ വിഷയമുണ്ട്. അത് നിങ്ങളുടെ പഠനത്തിലേക്ക് ഞാൻ വിടുകയാണ്. സൂറത്തുൽ കഹ്ഫിൻ്റെ ഒരു 64-ാമത്തെ ആയത്ത് മുതൽ 65-ാമത്തെ ആയത്ത് മുതൽ ഏകദേശം 85-ാമത്തെ ആയത്ത് വരെ ഏകദേശം ഈ സംഭവമാണ് പറയുന്നത്. നിങ്ങൾ അതെടുത്ത് പഠിക്കണം. പക്ഷെ അതിൻ്റെ ചുരുക്കം ഇങ്ങനെയാണ്. മൂസ അലൈഹിസ്സലാമയും ഇദ്ദേഹവും നടത്തുന്ന യാത്രയിൽ
ഒരു മനുഷ്യൻ പ്രത്യക്ഷത്തിൽ കാണുന്ന കുറേ കാഴ്ചകളുണ്ട്. ആ കാഴ്ചയിൽ മനുഷ്യൻ ഇതൊക്കെ സംഭവിക്കാൻ പാടുണ്ടോ എന്ന് മനുഷ്യൻ ചോദിക്കാവുന്ന സംശയങ്ങളാണ് മൂസ അലൈഹിസ്സലാം ചോദിക്കുന്നത്. എന്തിനാണ് കപ്പലിന് ഓട്ടയിടുന്നത്? കപ്പലിനെ പ്രത്യക്ഷത്തിൽ അത് തകർക്കുന്ന കർമ്മമാണ്. പക്ഷെ എന്തിനാണ് അതിൻ്റെ ആവശ്യം? എന്താണ്? ഇത് സമൃദ്ധമായി വിശദമായി പറയാനുള്ള സമയം നമുക്കില്ല. എന്തിനാണ് ഒരു ഉപകാരവും സ്വീകരിക്കാതെ, ഒരു പ്രതിഫലവും സ്വീകരിക്കാതെ ഒരു കൂട്ടരുടെ മതിൽ കെട്ടിക്കൊടുക്കുന്നത്? എന്തിനാണ് ഒരു കുട്ടിയുടെ ജീവൻ എടുക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ലോകത്ത് സംഭവിക്കുന്ന, അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി സംഭവിക്കുന്ന ഈ ലോകത്തെ കുറേ മരണങ്ങളുണ്ട്. കുട്ടികൾ മരിക്കുന്നു. ഇപ്പോൾ ഗസയിൽ കുട്ടികൾ മരണപ്പെടുന്നു. അതല്ലെങ്കിൽ നമ്മളുടെ തന്നെ കുട്ടികൾ മരണപ്പെടുന്നു. നമ്മൾ തന്നെ നോക്കി നിൽക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ കുട്ടികൾ അവർക്ക് നഷ്ടപ്പെടുന്നു. അപ്പം നമ്മൾ ഇതിനെ ഒരു മനുഷ്യൻ്റെ ഒരു കാഴ്ചയിൽ മാത്രം കണ്ടാൽ വകൈഫ തസ്ബിറു അലാ മാ ലം തുഹിത് ബിഹി ഖുബ്റ, നിങ്ങൾക്കറിവില്ലാത്ത ഒരു കാര്യം വെച്ച് നിങ്ങൾക്ക് എങ്ങനെ ക്ഷമിക്കാൻ സാധിക്കും? ഇവിടെയാണ് സ്വബർ എന്നുള്ളത് അള്ളാഹുവിൽ നിന്ന് ലഭിക്കേണ്ടുന്ന വലിയൊരു ഗുണമായിട്ട് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഏത് കാര്യത്തിനും അത് ബാധകമാണ്. നമ്മൾ ഗസയുടെ വിഷയം പറഞ്ഞിട്ടാണ് ഇത് പറഞ്ഞു തുടങ്ങിയത്. പക്ഷെ അത് നമ്മളുടെ നാടിന് ബാധകമാണ്. നമ്മൾ അകപ്പെടുന്ന വ്യക്തിപരമായ പ്രയാസങ്ങൾക്കത് ബാധകമാണ്. അതിനുമപ്പുറം ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പറഞ്ഞയച്ചിട്ടുള്ള യഥാർത്ഥ ഇസ്ലാമിക ജീവിത ദൗത്യം നിർവഹിക്കുന്നതിന് നമ്മളെ പ്രാപ്തമാക്കുന്നത് ഈ സ്വബറാണ്. ഈ സ്വബർ എന്തിൻ്റെ പേരിലൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ഹൽ മിൻ മസ്ലഹത്തിൻ തഹ്ദുസു ബിദൂനി സബർ. ഈ ലോകത്ത് ഏതെങ്കിലും ഒരു നന്മ സ്വബറില്ലാതെ സംഭവിക്കുന്നുണ്ടോ? ഈ ലോകത്ത് ഏതെങ്കിലും ഒരു നന്മ സ്വബറില്ലാതെ സംഭവിക്കുന്നില്ല. ഒരു ഉമ്മ ഒരു മനുഷ്യനെ പെറ്റിടുന്നത് മുതൽ, ഒരു കുഞ്ഞിനെ പെറ്റിടുന്നത് മുതൽ സ്വബറാണ്. ആ സ്വബറില്ലാത്ത പക്ഷം ഒരു ഉമ്മയുടെ മാതൃത്വത്തിന് നിങ്ങൾ എത്ര വില കൽപ്പിച്ചാലും പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. നമ്മൾ പറയും മാതൃത്വ മഹത്വം അത് വലിയ കാര്യമാണെന്നൊക്കെ പറയും. പക്ഷെ അതിനെ അവരെ പ്രേരിപ്പിക്കുന്നത് സ്വബറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിറച്ചു വെച്ചിട്ടുള്ള മാതൃത്വം എന്ന് പറയുന്ന ഗുണം നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത്, നമുക്ക് മുമ്പിൽ പ്രകാശിതമാകുന്നത് സ്വബർ എന്ന് പറയുന്ന ഗുണത്തിലൂടെയാണ്. ഒരു ഉമ്മയെ ഒരു 2 വർഷത്തോളം 3 വർഷത്തോളം കുട്ടിയെ ഉറങ്ങാൻ സമ്മതിക്കില്ല. പക്ഷെ അള്ളാഹു നിറച്ചു വെച്ചിട്ടുള്ള സ്വബർ കൊണ്ട് മാത്രമാണ് ഈ കുട്ടി മാറിടത്തോട് ചേർന്ന് നിന്ന് എപ്പോഴും ഈ ഉമ്മയെ ശല്യപ്പെടുത്തുമ്പോഴും ഈ സ്വബർ എന്ന വികാരം ജീവിതത്തിൽ മനുഷ്യൻ സ്വബർ കൊണ്ടാണ്. സ്വബറില്ലെങ്കിൽ പ്രസവം നടക്കില്ല, സ്വബറില്ലെങ്കിൽ മുലയൂട്ടൽ നടക്കില്ല, സ്വബറില്ലെങ്കിൽ ബാപ്പ പണിക്ക് പോകില്ല. അതാണല്ലോ വാപ്പ നെഞ്ചിലടക്കിയിട്ടുള്ള ബേജാറുണ്ട്, ബാപ്പയുടെ പ്രയാസങ്ങളുണ്ട്. വാപ്പാക്ക് എന്തിനാണ് മക്കളെ ഇങ്ങനെ വളർത്തി വലുതാക്കണമെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും സാധാരണഗതിയിൽ അത് വലിയ ഒരു കെങ്കേമമായ എന്തോ ഒരു ഏർപ്പാടാണെന്ന് പറയും, എന്തോ ഒരു അധികാരമാണ്. അല്ല, സ്വബറാണ്. ജീവിതത്തിൽ ബാക്കിയുള്ളവർക്ക് കീഴിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുള്ള മഈഷത്ത് വെച്ച് നമ്മൾ പണിയെടുക്കുന്നത്, തൊഴിലെടുക്കുന്നതൊക്കെ ഇത് സ്വബറാണ്. എന്ത് സ്വബർ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് വെച്ചിട്ടുള്ള ഒരു പ്രകൃതി നിയമത്തെ നമ്മൾ സ്വബറിലൂടെയാണ് നോക്കിക്കാണുന്നത്. ഇതിനൊക്കെ കൂലിയുണ്ട്. മാതൃത്വത്തിന് കൂലി ലഭിക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രസവിച്ചത് കൊണ്ടല്ല, സ്വബർ കൈവരിക്കുന്നത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് നമ്മൾ തൊഴിലെടുക്കുന്നതിന് കൂലി ലഭിക്കുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന്? സ്വബർ കൊണ്ടാണ്. ഇതേ ഒരു മാഭിനിയിലാണ്, ഇതേ ഒരു മാനദണ്ഡത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മളുടെ അമലു സ്വാലിഹാത്തുകളെയും കാണേണ്ടത്. സ്വബറാണത്. 5 നേരം നമസ്കരിക്കാൻ വരിക എന്നുള്ളത് വലിയ സ്വബർ ആവശ്യമുള്ള കാര്യമാണ്. സ്വബറില്ലാത്തൊരു മനുഷ്യന് 5 നേരം നമസ്കരിക്കൽ, റമദാനിൽ നോമ്പെടുക്കൽ, സമ്പത്ത് തൻ്റേതല്ല എന്ന് സമ്മതിച്ചുകൊണ്ട് അതിൽ നിന്ന് 2.5% കൃത്യമായി സക്കാത്ത് കൊടുക്കൽ സാധിക്കില്ല. എന്തിന്? സ്വബറില്ലാത്തൊരു മനുഷ്യന് അള്ളാഹുവിലേക്ക് ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അള്ളാഹുവിലേക്ക് കൈ നീട്ടാൻ നിങ്ങൾക്ക് സ്വബർ വേണം. ജീവിതാവസ്ഥകളെ സംബന്ധിച്ചുള്ള വല്ലാത്ത ഒരു മതിപ്പ് വേണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർഭത്തിൽ ഒരു ഖബറിനരികിലൂടെ നടന്നു പോകും.
ഖബറിനരികിലൂടെ നടന്നു പോകുമ്പോൾ ഒരു സ്ത്രീ അവിടെ ഇരുന്ന് കരയാണ്. വല്ലാത്ത കരച്ചിലാണ്. ആ കുട്ടിയുടെ ആ സ്ത്രീയുടെ ബന്ധു അതല്ലെങ്കിൽ മകൻ മരണപ്പെട്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ബിരി, നീ ക്ഷമിക്കൂ എന്ന് ആ സ്ത്രീയോട് പറയുന്നുണ്ട്. പക്ഷെ പ്രത്യക്ഷത്തിൽ ആ സ്ത്രീക്ക് ഏതൊരു ഉമ്മക്കും അങ്ങനെ പ്രത്യക്ഷത്തിൽ അങ്ങനെ പെട്ടെന്ന് അതൊന്നും ക്ഷമിക്കാനൊന്നും പറ്റില്ല. അവർ തിരിച്ചു ചോദിച്ച ചോദ്യം, എനിക്ക് വന്നിറങ്ങിയത് താങ്കൾക്ക് വന്നിട്ടില്ലല്ലോ എന്നാണ്. ഈ വന്ന ദുരന്തം എനിക്കാണല്ലോ, അതുകൊണ്ട് താങ്കൾക്ക് ക്ഷമ എന്ന് പറയല് താങ്കൾക്ക് സുഖമാണ്. താങ്കൾക്ക് അങ്ങനെയൊക്കെ പറയാം, ക്ഷമിക്കാം, പക്ഷെ വന്നത് എനിക്കാണല്ലോ. ഇത് നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ ആളുകൾ പറയുന്നതാണ്. ക്ഷമിക്കാനൊക്കെ പറയാം, വന്നു നോക്കണം എന്ന് പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ അവരെ തിരുത്താനൊന്നും പോയില്ല. മനുഷ്യ സഹജമായി മനുഷ്യരൊക്കെ അങ്ങനെയായിരിക്കും. പക്ഷെ പിന്നീടാണ് ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഈ സ്ത്രീ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന്, ഞാനിത് താങ്കളാണെന്ന് അറിഞ്ഞില്ല റസൂലേ എന്ന് തിരുത്തി പറയുന്നു. റസൂൽ അവിടെ നിന്ന് പറഞ്ഞു, ഇന്നമ സ്വബറു ഇൻദ സ്വദമത്തിൽ ഊല, ഇന്നമ സ്വബറു ഇൻദ സ്വദമത്തിൽ ഊല. ആഘാതത്തിൻ്റെ ആദ്യ നിമിഷത്തിലാണ് സ്വബർ വേണ്ടത്. എല്ലാം കഴിഞ്ഞതിന് ശേഷം മനുഷ്യൻ പലതും മറക്കും, എന്നിട്ട് സ്വബർ ഉണ്ടായിട്ട് കാര്യമില്ല. നിങ്ങളുടെ അടി കിട്ടുന്ന ആദ്യത്തെ സമയമുണ്ടല്ലോ, ആ സമയത്താണ് നിങ്ങൾക്ക് ഇത് അള്ളാഹിൻ്റെ തീരുമാനമാണ്. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതാണ്. അപ്പോൾ നമ്മൾ പല മരണങ്ങളെക്കുറിച്ചും ഇപ്പം ഇങ്ങനെ കൂടെ ഇങ്ങനെ കേൾക്കും. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ ഈ പല ഗവേഷണങ്ങളിലേക്കും പോകും. ആ ഗവേഷണമൊക്കെ നല്ലതായിരിക്കും, ആരോഗ്യ സംബന്ധിയായ. പക്ഷെ അതിനെ സംബന്ധിച്ച് മരണത്തെ സംബന്ധിച്ചുള്ള ഒന്നാമത്തെ സ്വബർ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നുള്ളത്. അല്ലാതെ അയാളുടെ ഒരു പ്രശ്നവുമില്ലാത്ത മനുഷ്യൻ 200-300 കൊല്ലം ജീവിക്കണ്ടോ? അങ്ങനെ നമ്മൾ ആളുകൾ ഇങ്ങനെ പറയും, അത് ആൾക്ക് ഇങ്ങനെ ഹാർട്ടിൻ്റെ പ്രശ്നം നേരത്തെ തന്നെ ചെക്ക് ചെയ്യുക. നോക്കിയാൽ ഹാർട്ടിന് പ്രശ്നമില്ല, കിഡ്നിക്ക് പ്രശ്നമില്ല, ഒന്നിനും പ്രശ്നമില്ല. അങ്ങനെ പ്രശ്നമില്ലാത്ത ഇങ്ങനെ പോണ ആൾ ഒരു 300-200 കൊല്ലം ജീവിക്കുന്നുണ്ടോ? ശരിയാണ്, നമുക്ക് സാധ്യമായ ഇന്നല്ലാഹ അൻസല ദാഅ വദ്ദവാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചികിത്സ ഒരുക്കിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അപ്പുറത്തെ രോഗവും വെച്ചിരിക്കുന്നു. ഫതദാവൗ, നിങ്ങൾ അതുകൊണ്ട് ചികിത്സിക്കൂ. ശരിയാണ്, അറിഞ്ഞുകൊണ്ട് വലാ തുൽഖു ഐദീകും ഇല തഹ്ലുക, അറിഞ്ഞുകൊണ്ട് പോയിട്ട് നിങ്ങൾ മരണത്തിന് നിന്നു കൊടുക്കരുത്, അറിഞ്ഞുകൊണ്ട് പോയിട്ട് നിങ്ങൾ നാശത്തിലേക്ക് ചാടരുത്, വിശുദ്ധ ഖുർആൻ പറയുന്നു. പക്ഷെ ഇങ്ങനെയൊന്നുമല്ലാതിരുന്നിട്ടും ചുറ്റുപാട് കാണുന്ന മരണങ്ങൾ മുഴുവൻ ഏതോ 90 വയസ്സ് വരെ ജീവിക്കേണ്ട ഒരാളായിരുന്നു, പക്ഷെ അയാൾ എന്തുകൊണ്ട് 60 വയസ്സിൽ മരിച്ചു എന്ന് നിങ്ങൾ ഗവേഷണം നടത്തുന്നത് വകൈഫ തസ്ബിറു അലാ മാ ലം തുഹിത് ബിഹി ഖുബ്റ. നിങ്ങൾക്കറിവില്ലാത്ത കാര്യത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് സ്വബർ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതിൽ ആരോഗ്യ സംബന്ധിയായ ഗവേഷണങ്ങൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം, അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മളുടെ ന്യായങ്ങൾ ഈ ദുനിയാവുമായി ബന്ധപ്പെട്ടുള്ളതോ അതല്ലെങ്കിൽ ഈ ദുനിയാവിൽ നമ്മളെ കടിച്ചു പിടിച്ച് അമർത്തി നിൽക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതോ ആകരുത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് നോക്കിക്കാണാൻ സ്വബർ എന്ന കണ്ണാടി വേണം, കണ്ണട വേണം എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് തന്നെയാണ് ഹൽ മിൻ മഫ്സദത്തിൻ തുദ്ഫഉ മിൻ ദൂനി സബ്ർ. മോശമായ കാര്യങ്ങൾ തടയുന്നത് ഏതാണ്? സ്വബറാണ്. നമ്മുടെ മോശപ്പെട്ട കുറേ ഗുണങ്ങൾ, ഒരാളോട് നമ്മൾ അനാവശ്യമായി സംസാരിക്കും, നമ്മുടെ തെറിച്ചുപോയ വാക്കിനെയാണല്ലോ നമ്മുടെ നാട്ടിൽ തെറി എന്ന് പറയാതാണ്. അതായത് നാവിൽ നിന്ന് നമ്മുടെ കൺട്രോളിൽ നിന്ന് വാങ്ങാതെ അങ്ങോട്ട് തെറിച്ചു പോവും. അത് എന്തും പറയും, സ്വബറില്ലാത്തത് കൊണ്ടാണ്. സ്വബറില്ലാത്ത മനുഷ്യർക്ക് പിന്നീട് മനുഷ്യർക്ക് തമ്മിൽ ഇടപഴകാനുള്ള ഭാഷകൾ പോലും നഷ്ടമാകും. മനുഷ്യർക്ക് പരസ്പരം വേദനിപ്പിക്കൽ, അഭിമാനം പിച്ചിച്ചീന്തൽ എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ എന്തോ ഒന്ന് ഇപ്പുറത്ത് എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അല്ലാതെ വെറുതെ ഒരാളും ലോകത്ത് ഒരാൾ വെറുതെ ഒരാളെ തെറി പറയുന്നില്ല. വെറുതെ നിന്ന് ഒരാൾ വെറുതെ ആളുകളെ തെറി പറയും ഇല്ല. ഇപ്പുറത്ത് അയാൾക്ക് എന്തോ ക്ഷമിക്കാൻ പറ്റാത്ത എന്തോ ഒന്നുണ്ട്, ഇപ്പുറത്ത് അയാൾക്ക് സ്വബർ സാധ്യമാകാത്ത എന്തോ ഒന്നുണ്ട്. അതുകൊണ്ടാണ് അയാൾക്കെതിരെ ഏഷണി പറയുന്നത്, അയാൾക്കെതിരെയുള്ള പരദൂഷണം പറഞ്ഞു നടക്കുന്നത്. നിങ്ങൾക്ക് സ്വബറുണ്ടെങ്കിൽ തടുക്കാവുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ദുർഗുണങ്ങൾ എന്നുകൂടെയാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി അതല്ല, നിങ്ങൾക്കിതിൽ പരിഹാരം, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഹൽ സമഅതു മൻ ഫല്ലാഹിൻ ഹസദ സിമാറ ബിലാ സ്വബ്രിൻ. ക്ഷമയില്ലാതെ ഏതെങ്കിലും ഒരു കർഷകൻ വിളവ് നേടിയതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്ന് കുത്തി നാളെ അങ്ങോട്ട് എടുത്തു, കേട്ടിട്ടുണ്ടോ? ഇല്ല. ക്ഷമിക്കുകയാണ്.
കാറ്റ് വരില്ല, അതല്ലെങ്കിൽ ആവശ്യമുള്ള കാറ്റേ വരൂ, അതല്ലെങ്കിൽ മഴ വന്നാലും മലവെള്ളപ്പാച്ചിൽ വരില്ല എന്ന് അയാളുടെ ഒരു പ്രതീക്ഷയുണ്ട്. ചിലപ്പോൾ മലവെള്ളപ്പാച്ചിൽ അത് കൊണ്ടുപോകും. ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമാണ് കൃഷി, അല്ലേ? ഒരു ബേസിക് എക്കണോമിയിലെ വളരെ ബേസിക് യൂണിറ്റ് ആയിട്ട് അറിയപ്പെടുന്ന ഒന്നാണ്. വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലും പറയുന്നുണ്ട് കൃഷിയെക്കുറിച്ച്. ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെ അത്രമേൽ ഒപ്പിയെടുക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ ഉപയോഗിക്കുന്ന ഉപമയാണ് കൃഷി. ഏതെങ്കിലും ഒരു കർഷകരെ നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടോ? സ്വബറില്ലാതെ വിളവ് നേടിയെടുക്കാൻ ദുനിയാവിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ചോദിക്കുകയാണ്. അം സമിഅ്തും അൻ സയ്യാദിൻ സ്വാദ സമക്കൻ ബിദൂനി സബർ. ക്ഷമയില്ലാതെ ഏതെങ്കിലും ഒരു ചൂണ്ടയിടുന്ന ഒരാൾക്ക് മീൻ കിട്ടിയതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഒരു മീൻപിടുത്തക്കാരൻ എന്നങ്ങോട്ട് പോയി അശ്വായിയൻ അങ്ങോട്ട് എടുത്തു പോകുന്ന ആരെങ്കിലും ഈ ലോകത്തുണ്ടോ? ഹൽ റഅയ്തും മുളാരിബൻ ഫീ സൂഖിൽ അസ്ഹുമി ബിരിബ്ഹിൻ ദൂന സബർ. നിങ്ങളുടെ പങ്ക് കച്ചവടത്തിൽ, നിങ്ങൾ ഒരുമിച്ചുള്ള ഒരു ബിസിനസ്സിൽ സ്വബറില്ലാതെ ലാഭം നേടിയ ഏതെങ്കിലും ആളുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇസ്ലാം അതുകൊണ്ടാണല്ലോ പലിശ നിഷിദ്ധമാക്കുന്നത്. എത്ര ലോ റിസ്ക് ആണോ ലോ പ്രോഫിറ്റ് ആയിരിക്കും, എത്ര ഹൈ റിസ്ക് ആണോ ഹൈ പ്രോഫിറ്റ് ആയിരിക്കും. പക്ഷെ ഹൈ റിസ്ക് ഉള്ളിടത്ത് ഹൈ നഷ്ടത്തിനും സാധ്യതയുണ്ട്. കച്ചവടക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് ദുനിയാവിൻ്റെ വ്യവസ്ഥയാണ്. അതിനെ നിങ്ങൾ ഈ ലോകത്ത് ആ ലോൺ എടുത്തിരുന്നെങ്കിൽ മറികടക്കാമായിരുന്നു. അതല്ലെങ്കിൽ നമ്മൾ ഇതുകൊണ്ട് ദുനിയാവിൻ്റെ വ്യവസ്ഥ അങ്ങനെയാണ്. നിങ്ങൾ നടത്തുന്ന ഏത് ബിസിനസ്സും, നിങ്ങളുടെ കച്ചവടത്തിൽ ആര് വന്ന് നിങ്ങളുടെ കടയിൽ കയറണം, ഇന്ന് ആര് വന്ന് നിങ്ങൾ ഹോട്ടലിൽ തയ്യാറാക്കിയ ഭക്ഷണം കഴിക്കണം, ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് വെച്ചൊരു തീരുമാനമനുസരിച്ച് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ബിസിനസ് പൂട്ടിപ്പോകുന്നത് ചിലർ ഒരറിവില്ലാതെ ആ ഫീൽഡിൽ ഇറങ്ങുന്നതുകൊണ്ട് പൂട്ടിപ്പോകും. അങ്ങനെ മാത്രമല്ല, ബിസിനസ്സിൽ നഷ്ടം വരുന്നതും ബിസിനസ്സിൽ നിങ്ങൾക്ക് ലാഭം നേടിത്തരുന്നതും അള്ളാഹുവാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നതിൻ്റെ പേര് കൂടിയാണ് സുബ്ർ. എന്നിട്ട് പറയാണ് ഔ റഅയ്തും വാലിദൈനി നജഹാ ഫീ തർബിയത്തി അബ്നാഇഹിം ദൂന സ്വബ്ർ. സ്വന്തം മക്കളെ നന്നാക്കി വളർത്തിയെടുക്കുന്നതിൽ, നല്ല തർബിയത്ത് കൊടുത്ത് വളർത്തിയെടുക്കുന്നതിൽ ഏതെങ്കിലും വിജയിച്ച ഉമ്മയെയും ബാപ്പയെയും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ബിദൂനി സ്വബ്ർ. സ്വബ്റില്ലാതെ തിക്കും തിരക്കും കാണിക്കുന്ന ഉമ്മാടെയും ബാപ്പാടെയും മക്കളായിരിക്കും തർബിയത്തില്ലാതെ വളരുക എന്നാണ്. സ്വബ്റുള്ള ഉമ്മയും ബാപ്പയും അവർക്ക് നല്ല തർബിയത്തുള്ള മക്കൾ ഉണ്ടാകുമെന്നാണ്. നമ്മളിൽ തന്നെ പരിശോധന നടത്തി നോക്കിയാൽ മതിയോ? കാരണം നമ്മളുടെ ഉള്ളറകൾ അള്ളാഹുവിനും കൂടുതൽ നമുക്ക് തന്നെയാണല്ലോ അറിയാം. അപ്പോൾ സ്വന്തം മക്കളുടെ തർബിയത്തിൻ്റെ കാര്യത്തിൽ പോലും എന്തിന് ഔ റഅയ്ത മരീളൻ, ജീവിതത്തിലെ നേരിട്ടുള്ള അനുഭവത്തെക്കുറിച്ച് ചോദിക്കുക. ഔ റഅയ്ത മരീളൻ തശാഫ ബിദൂനി സബർ. ഡോക്ടർ പറഞ്ഞതിന് പ്രകാരം കൃത്യമായ റെസ്റ്റും കൃത്യമായ സബറും ഇല്ലാത്ത ഒരാൾക്ക് ഏതോ ഒരു മെഡിസിൻ എടുത്തു എന്നുള്ളതുകൊണ്ട് മാത്രം രോഗം മാറിയതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പം ഈ ലോകത്തെ നമ്മൾ നേരിട്ട് കാണുന്ന സംഭവങ്ങളിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല സബറിനെ ഉള്ളടക്കം ചെയ്തിരിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ മനുഷ്യൻ ക്ഷമിക്കും, ഗത്യന്തരമില്ലാതെ മനുഷ്യൻ ക്ഷമിക്കും. അതല്ല വിശ്വാസിയുടെ ക്ഷമ എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അടുത്തതിൽ പറയുന്നത്. അസ്വബ്റൈൻ അയ്യുമ സബ്റൈൻ തഖ്താർ. ഏത് സ്വബറാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എല്ലാം കഴിഞ്ഞ് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുമ്പോൾ ചിലർക്കൊരു സ്വബർ വരും. എല്ലാ ബന്ധവും വഷളായിട്ടുണ്ടാവും. പറയാനുള്ള എല്ലാ തെറിയും അസഭ്യവും പറയാനുള്ള എല്ലാ വാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് പൊരുത്തപ്പെടിപ്പിക്കും, ഇനി നമ്മൾ തമ്മിലൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഉണ്ടാവുമോ? മനുഷ്യബന്ധങ്ങളിൽ പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ എത്ര പൊരുത്തപ്പെടിപ്പിച്ചിട്ടും കാര്യമില്ല. അങ്ങനെയാണ്. മിസ്ല സുജാജി കസ്റുഹാ ലാ യുജ്ബറു എന്നാണ്. മിസ്ല സുജാജ്, സ്ഫടിക സമാനമാണ് മനസ്സുകൾ. കസ്റുഹാ ലാ യുജ്ബറു, അത് കൂടി വന്നാൽ ഒട്ടിച്ച് വെക്കാന്നേ ഉള്ളൂ. ആ ഒട്ടിച്ച് വെച്ച ആ ചിഹ്നലും പാളലും ഒക്കെ ഉണ്ടല്ലോ, അതവിടെ ഇങ്ങനെ കാണും. പണ്ട് തർക്കമുണ്ടായിരുന്നവർ കൂടിച്ചേർന്നവരാണ് എന്നെങ്കിലും നിങ്ങൾ തന്നെ പറയുകയോ ബാക്കിയുള്ളവർ മുറുമുറുക്കുകയോ ചെയ്യും. പരസ്പരമുള്ള ബന്ധങ്ങളിൽ നിങ്ങൾ ഇളുത്തിറാറിയായിട്ടാണോ ഇഖ്തിയാരിയായിട്ടാണോ? ഇളുത്തറാർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു നിർബന്ധിതാവസ്ഥയാണ് സ്വബർ. ഇതാകരുത്. ഇത് മനുഷ്യർ എന്നല്ല മൃഗങ്ങൾക്ക് പോലും ഉണ്ടാവുന്നതാണ്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ് അഫ്ളലു സ്വബ്രി ഹുവൽ ഇഖ്തിയാരി.
നിങ്ങൾ സ്വയം നിലക്ക് ഇത് അള്ളാഹുവിൻ്റേതാണെന്ന് കരുതി, അതല്ലെങ്കിൽ ഇത് ഞാൻ സ്വീകരിക്കേണ്ട നിലപാടാണെന്ന് കരുതി നിങ്ങൾ സ്വയം നിലക്ക് തിരഞ്ഞെടുക്കുന്ന ഒരു സബറുണ്ടല്ലോ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അമ്മൽ ഇൽത്തിദാരി, നിർബന്ധിതമായ സബർ എന്ന് പറയുന്നത് ഫതസ്ബിർഹു ഹത്തൽ ഹയവാനാത്ത്, മൃഗങ്ങൾ വരെ ആ ക്ഷമ കാണിക്കുന്നുണ്ട്, മൃഗങ്ങൾ വരെ ആ ക്ഷമ ക്ഷമിക്കും. ഇൻദമാ തകൂനു ഫി തഅബിൻ ഔ മറളിൻ ഔ ജൂഇൻ, ക്ഷീണത്തിൻ്റെയോ രോഗത്തിൻ്റെയോ വിശപ്പിൻ്റെയോ അവസ്ഥ വരുമ്പോൾ മൃഗങ്ങൾ എന്താ ചെയ്യുക? ഫതറൽ ഹയവാന യുസംജിറു യാഇസൻ ഔവലൽ കർബ്, ആദ്യം വലിയ ഓരിയിട്ട് വലിയ ഒച്ച ഉണ്ടാക്കും. ഒന്നും കിട്ടാതാകുമ്പോൾ മൃഗങ്ങൾ വലിയ ഒച്ച ഉണ്ടാക്കും. അത് സിംഹമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വലിയ ഗർജനം നടത്തും. പക്ഷെ സുമ്മ യൽതറു മഅൽ വഖ്തി ലിസ്സബ്രി ഹൈസു ലാ യഖ്താറു ലാ ഖിയാറ നാഖിറ ലഹു, അതായത് പിന്നെ ഒരു ഓപ്ഷനും ഇല്ലാതാവുമ്പോൾ ഒന്ന് പമ്മി അവിടെ കിടക്കും. ഇതല്ല മനുഷ്യനിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതീക്ഷിക്കുന്ന സബറിൻ്റെ അളവ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. മഹാനായ ഇബ്നുൽ ഖയ്യിം അതിനെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും സുപ്രധാനമായി, പ്രത്യേകിച്ചും ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, നമ്മൾ ഈ കാണുന്ന ഗസയിലെ കാഴ്ചയാകട്ടെ, അതല്ലെങ്കിൽ നമുക്ക് ചുറ്റും നടക്കുന്ന വലിയ വലിയ പ്രയാസങ്ങളാകട്ടെ, ഇതിനെ നോക്കിക്കാണാൻ ശരിയാണ് അവർക്കത് പ്രയാസമായിരിക്കും, അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നിങ്ങൾ അതിൽ നിന്ന് പഠിച്ച പാഠമെന്ന് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് നിങ്ങളുടെ ടേക്ക് അവേ, നിങ്ങൾ എന്താണ് അതിൽ നിന്ന് നിങ്ങൾ പഠിച്ചത് എന്താണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് മൂസാ അലൈഹിസ്സലാം ചോദിച്ച ചോദ്യങ്ങൾക്ക് സമാനമായി നമ്മൾ ചോദിക്കുന്ന ഒരാളെക്കുറിച്ച് എന്തുകൊണ്ട് അയാൾക്കത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയില്ല. വകൈഫ തസ്ബിറു അലാ മാ ലം തുഹിത് ബിഹി ഖുബ്റ എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിലും അതുപോലെ തന്നെ ഹദീസുകളുമൊക്കെ പരിശോധിച്ചുകൊണ്ട് ഹദീസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗം എടുത്തുകൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അസ്സബ്റു ളിയാഉൻ വമാ അദാഹു നൂറുൻ. ഖുർആനിലും അതുപോലെ തന്നെ വിശുദ്ധ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ കാണാൻ സാധിക്കും, അസ്സബ്റു ളിയാഉൻ, സബറാണ് വെളിച്ചം, വമാ സിവാഹു, ബാക്കിയുള്ളതെല്ലാം നൂറുൻ, പ്രകാശങ്ങളാണ്. പ്രകാശം, വെളിച്ചവും പ്രകാശവും തമ്മിൽ ചെറിയൊരു വ്യത്യാസം എന്നുള്ളത് ഭാഷാർത്ഥത്തിൽ മലയാളത്തിലല്ല. അതായത് സൂര്യനെ കുറിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ലിയാ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് സ്വയം നിലക്ക് തന്നെ പ്രകാശം. ആ പ്രകാശം മറ്റുള്ളതിൽ ചെന്ന് തട്ടി ഉണ്ടാകുന്ന പ്രതിബിംബമോ അതല്ലെങ്കിൽ പ്രതിഫലനത്തിനോ റിഫ്ലക്ഷൻ്റോ ഭാഗമായിട്ടുണ്ടാകാവുന്ന, ഇപ്പോൾ സൂര്യനെ കുറിച്ച് പറയുമ്പോൾ സിറാജ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. എന്നാൽ ചന്ദ്രനെ കുറിച്ച് പറഞ്ഞപ്പോൾ മുനീർ എന്നാണ് പറഞ്ഞത്. നൂറ് ആ വെളിച്ചം അവിടേക്ക് തട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സബറിൻ്റെ വെളിച്ചമാണ് നിങ്ങളുടെ നമസ്കാരത്തിൽ തട്ടുന്നത്. സബറിൻ്റെ വെളിച്ചമാണ് നിങ്ങൾ വുളു എടുക്കുന്നത് പോലെ, അങ്ങനെയാണ് നാം. കാരണം വൽ വുളു നൂറുൻ, വുളു വെളിച്ചമാണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സബറിൻ്റെ വെളിച്ചമാണ്. നിങ്ങളുടെ അസ്വദഖത്തു നൂറുൻ, സ്വതക്ക നൂറാണ്. സ്വതക്ക നിങ്ങൾക്ക് എങ്ങനെയാണ് സ്വതക്ക? നിങ്ങളുടേതായി യഹ്സബു അന്ന മാലഹു അഖ്ലദ, എന്നെ തന്നെ ശാശ്വതനാക്കി എന്ന് ഞാൻ കരുതി വഅദ്ദദ, അതിനെ എണ്ണിത്തിട്ടപ്പെടുത്തി വെച്ചിട്ടുള്ള എൻ്റെ സമ്പത്ത്, ആ സമ്പത്ത് എൻ്റേതല്ലെന്ന് എനിക്ക് ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ സബർ വേണം. അതുകൊണ്ട് വകൈഫ തസ്ബിറു അലാ മാ ലം തുഹിത് ബിഹി ഖുബ്റ എന്നുള്ളതാണ്. ഇനി അവസാനമായി നിങ്ങളുടെ ഹാബിറ്റ് ചേഞ്ചുകൾക്ക് പോലും, നിങ്ങളുടെ ഹാബിറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ലിത്തഗീർ, അസ്വബ്റു അല തഗീർ, നിങ്ങളുടെ മാറ്റങ്ങൾക്ക്. ഇപ്പോൾ നമ്മൾ പറയും ഭക്ഷണം, ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ നാട്ടിൽ കാര്യമായ പ്രശ്നം, ഇപ്പോൾ ഗസയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ കാര്യമായ പ്രശ്നം വയറ് ചാടിയത് എങ്ങനെ കുറക്കുക എന്നുള്ളതായിരിക്കും. ഇപ്പോൾ ഒരു മാസം 2 മാസമൊക്കെ നമ്മൾ ജിമ്മിൽ പോകും, അതല്ലെങ്കിൽ 2 ദിവസമൊക്കെ നടക്കാൻ പോകും. പക്ഷെ പിന്നെ നമ്മോട്ട് പറ്റൂല. അതായത് മനുഷ്യ ജീവിതത്തിൻ്റെ കൊച്ചു കൊച്ചു മാറ്റങ്ങൾക്ക് പോലും എന്ത് വേണം? സബർ വേണം. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് വേണം? സബർ വേണം. ഭക്ഷണം കണ്ണ് കാണുന്നതൊക്കെ നിങ്ങൾ കഴിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങളുടെ വയറും നിങ്ങളുടെ ശരീരമൊക്കെ നിങ്ങളോട് പറയും. പക്ഷേ സബറില്ലെങ്കിൽ എന്തായി പോകും? നിങ്ങൾ വെച്ചിട്ടുള്ള ഈ 2000 കലോറി, പുതിയ കാലത്ത് അങ്ങനെ കലോറിയൊക്കെ മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു സാമൂഹിക അവസ്ഥയിലൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ട്. പക്ഷേ സബറില്ലാത്ത പക്ഷം അതും വഴുതിപ്പോവും. നമുക്ക് സമൃദ്ധമായി ലഭിച്ചതൊക്കെ നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ് നമ്മൾ കരുതിയാൽ തിന്നുന്നതിനുള്ള പരിധി പോലും നിന്ന് പോകും. ഇനി നിങ്ങളിൽ വൈജ്ഞാനികമായി മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നു, നിങ്ങൾ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കണം, വായിക്കണം. ഇനി അതല്ല, ഖുർആൻ പഠിക്കണം. 2 ദിവസം പഠിക്കും, 3-ാമത്തെ ദിവസം ആ വഴിക്കുണ്ടാവില്ല. എന്താ കാരണം?
ശീലങ്ങളിൽ മാറ്റം വരാനും സ്വബർ വേണം. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ ദവാമുകൾ, നിങ്ങളുടെ സ്ഥിരമായ ടൈം ടേബിളുകൾ നിശ്ചയിക്കുന്നതിൽ, ജീവിതത്തിൻ്റെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ വരെ ഈ സ്വബർ പ്രധാനമാണെന്നുള്ള ഈ പാഠമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുന്നത്. ഇത് വെച്ചുകൊണ്ട് അയ്യുഹല്ലദീന ആമനൂ ഇസ്തഈനൂ ബിസ്സബ്രി വസ്വലാ, ഇതിൻ്റെ മുൻഗണനാക്രമത്തെ വിശദീകരിച്ചുകൊണ്ട് പോലും പണ്ഡിതന്മാർ പറയുന്നത് ഈ സ്വബർ ഉണ്ടാകുന്ന പക്ഷമാണ് ഈ സ്വലാത്ത് നിങ്ങൾക്ക് സാധ്യമാവുകയുള്ളൂ എന്നാണ്. വിശുദ്ധ ഖുർആൻ, വിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്ന ഈ കോൺസെപ്റ്റ്, ഈ ഒരു സങ്കല്പനം പൂർണ്ണമായി ജീവിതത്തിലേക്ക് ഉൾക്കൊണ്ട് അള്ളാഹുവിലേക്ക് യാത്ര നടത്തുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തെക്കുറിച്ചുള്ള ഏത് സന്ദർഭത്തിലും, അത് അനുസരണത്തിൻ്റെ കാര്യമായാലും സ്വബർ ആവശ്യമാണ്. അതുപോലെ തന്നെ തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ സ്വബർ ആവശ്യമാണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ നിന്ന് വരുന്ന പരീക്ഷണങ്ങളിലും സ്വബർ ആവശ്യമാണ്. മൂന്ന് സ്വബറാണ് നമുക്ക് ആവശ്യം. ഈ 3 പരീക്ഷണങ്ങളെയും ഈ 3 സ്വബറിനെയും നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥ നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകൾ നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി അൽ ഫർദി സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത വസല്ലംത വബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ഇബാദല്ലാഹ് വഇമാ അല്ലാഹ് ഊസികും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار. اللهم أجرنا وأجر والدينا من النار. اللهم لا تشوه حلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار. اللهم أفرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين. اللهم انصر إخواننا بأرض فلسطين بأرض غزة يا رب العالمين وانصرهم بنصرك العزيز على القوم الكافرين. اللهم دمر أعداءنا أعداءك أعداء الدين. اللهم زلزل أقدامهم. اللهم فرق جمعهم. اللهم هدم حصونهم يا رب العالمين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى على خير خلق محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.